ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു ഓശാന ഞായർ കൂടി വരവായി. ഒലിവിൻ ചില്ലകൾ വീശിയും തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയരികിൽ വിരിച്ചും യഹൂദജനം വലിയ ആർപ്പുവിളികളോടെ ക്രിസ്തുവിനെ വരവേറ്റ ദിനം. ജനങ്ങളുടെ ആഹ്ലാദങ്ങളിൽ നിന്നും ആരവങ്ങളിൽ നിന്നും പുകഴ്ചകളിൽ നിന്നും ഒരു കല്ലേറ് ദൂരം മാറി നടക്കണമെന്ന് എപ്പോഴും കണിശതയോടെ പറഞ്ഞിരുന്ന ക്രിസ്തു ഇതെല്ലാം അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. അത് ഓശാന ഞായറാഴ്ച നമ്മുടെ ധ്യാന വിഷയമാകേണ്ട ഒരു കാര്യം തന്നെയാണ്. ഹോസാന വിളികളോടെയാണ് അവർ ഈശോയെ വരവേറ്റത്. ഹോസാന എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. പഴയ നിയമത്തിൽ പുരോഹിതന്മാർ കൂടാര തിരുനാളിൻ്റെ 7-ാം ദിനം 7 പ്രാവശ്യം ബലിപീഠത്തിന് ചുറ്റും നടന്നുകൊണ്ട് ഹോസാന വിളികളോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ അവരുദ്ദേശിച്ചത് കനത്ത ചൂടിലും വേനലും മൂലം ജലം ലഭിക്കാത്തതിനാൽ ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ, മഴ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് മഴയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു ഈ ഹോസാന വിളികൾ. ഈ ഹോസാന ഞായറാഴ്ച ദിവസം നാം ഹോസാന വിളികളുമായി ഈശോയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവമേ ഞങ്ങളുടെ ഇടയിൽ പ്രകൃതി കനിഞ്ഞു നൽകുന്ന മഴയായിട്ടല്ല, അങ്ങയുടെ ജീവജലത്തിൻ്റെ കൃപയായ പരിശുദ്ധാത്മ അഭിഷേകമായി ഞങ്ങളിലേക്ക് കടന്നു വരണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഏവർക്കും ഓശാനയുടെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.